നമ്മൾ മാവേല് വെച്ച് തന്നെ തായ്ലൻഡുകാരൊക്കെ ചെയ്യണുണ്ടല്ലോ വീഡിയോ. നല്ല ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കളറാണ്. വഴിയരികിലാണ് ഈ ഓറഞ്ചെല്ലാം കാഴ്ച കിടക്കുന്നത്. ഇത് കാണുമ്പോൾ കണ്ണിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ വഴിയുടെ ഇരുവശത്തും പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. അതിൻ്റെ അപ്പുറത്തൊക്കെ മനില ടെന്നീസ് ബോൾ ചെടിയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? എല്ലാവരുടെ ഒരു സംശയമുണ്ട്, ഡ്രമ്മിലൊക്കെ മാങ്ങ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് കായ്ക്കുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ നിറയെ കായ്ച്ചു കിടക്കുന്ന ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മാവാണ് ഈ കാണുന്നത്. അതും ഡ്രമ്മിലാണ് കായ്ച്ചു കിടക്കുന്നത്. പകുതി മുറിച്ച ഡ്രമ്മിലാണ് ഈ കായ്ച്ചു കിടക്കുന്നത്. കുല കുത്തിയാണ് കായ്ച്ചു കിടക്കുന്നത്. കുഞ്ഞു കുട്ടിക്ക് കയ്യെത്തിച്ച് പറിക്കുന്ന രീതിയിൽ അത്രയും താഴെ തുടങ്ങിയാണ് മാങ്ങ ഉള്ളത്. അപ്പോൾ കാണാം, നമുക്ക് നിറയെ ഉണ്ടായിട്ടുണ്ട്. കുല കുത്തിയാണ് കായ്ച്ചു കിടക്കുന്നത്. ഡ്രമ്മിൽ വെച്ചൊരു മാവാണ്, അത് മല്ലിക മാവ്. മാവിനങ്ങൾ നല്ലൊരു വെറൈറ്റിയാണ് മല്ലിക. അപ്പോൾ ഒരു 15 അടി ഹൈറ്റായി എൻ്റെ അടുത്തിരിക്കുന്നത്. ഒരു 6 വർഷം കഴിഞ്ഞ് ഈ മല്ലിക നിറയെ കായ്ച്ചു. ഈ പ്രാവശ്യം നിറയെ കായ്ച്ചു, പഴങ്ങൾ കിട്ടി. അപ്പോൾ മല്ലിക നട്ടിരിക്കുന്ന പോട്ടാണ് ഈ കാണുന്നത്. ഇതാണ് ആ പോട്ടാണ് മല്ലിക നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിപ്പമുള്ള ആളുകൾക്ക് സംശയമാണ് പോട്ടിലൊക്കെ നട്ടാൽ മാങ്ങ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരണതാണ്. ഇത് കണ്ടില്ലേ, മല്ലിക ഉണ്ടായി കിടക്കുന്ന കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കല്ലുകെട്ടിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കല്ലുകെട്ടിയാണ് കാണുന്നത്. നല്ല മാവിനങ്ങളൊരു മാവിനമാണ് കല്ലുകെട്ടി. ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കുന്ന മറ്റൊരു മാവിനമാണ് നമ്മുടെ ബെങ്ങനപ്പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു മാവിനമല്ല, ഒരുപാട് വെറൈറ്റി മാവിനങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഡ്രമ്മിൽ കായ്ച്ചു കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോംസിയാങ് ആണ്. ഹോംസിയാങ് മാങ്ങയാണ് ഈ കാണാം. നീല ഷെയ്ഡാവും ഇത് കംപ്ലീറ്റ്. പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഹോംസിയാങ്. തായ്ലൻഡ് വെറൈറ്റിയാണ് ഇതെല്ലാം. സീഡ്ലെസ് ചാമ്പയാണ്, തായ്ലൻഡ് സീഡ്ലെസ് ചാമ്പയാണ്. അതായത് കുരുവില്ല ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ നാട്ടും പുറത്തൊക്കെ കണ്ടിരുന്ന ഉള്ളിച്ചാമ്പയുടെ അതേ ചാമ്പ തന്നെ, പക്ഷേ കുറച്ചും കൂടി വലിപ്പം വെക്കും. അതുപോലെ കുരുവില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 240 ലിറ്ററിൻ്റെ ഡ്രമ്മാണ് അത് മുറിച്ച് കഴിഞ്ഞത്. ഇതാണ് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റിയ തായ്ലൻഡ് ചാമ്പയാണ്. നമ്മുടെ വളരെ മനോഹരമായ ചാമ്പയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഉൾവശം കണ്ടില്ലേ, ഒരു പുഴുക്കേടില്ല. കാര്യം നമ്മളതിനെ അതുപോലെ പരിചരിക്കണ കൊണ്ടാണ്. സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ പുഴുവായിരിക്കും, പക്ഷേ ഒരു പുഴുവില്ല. കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്, സ്വീറ്റാണ്. ഇതൊരു കൊലയിൽ തന്നെ ഒരു 5, 8, 10 വരെയൊക്കെ വരുന്ന കൊലകളാണിത്. എന്തായാലും നല്ല 50 ഗ്രാം അടുത്ത് വരും ഒരു ചാമ്പക്ക തന്നെ. 4 വർഷമായി ഈ ഡ്രമ്മിൽ ഈ പ്ലാന്റ് നിൽക്കുന്നത്, തായ്ലൻഡ് ചാമ്പ നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 240 ലിറ്ററിൻ്റെ ഡ്രമ്മ് മുറിച്ചതിലാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ വഴിയുടെ ഇരുവശത്തും പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതിൻ്റെ അപ്പുറത്തൊക്കെ. പക്ഷേ അത് വേസ്റ്റൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് റോഡരികിൽ, വീടിൻ്റെ വഴിയരികിലാണ് എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാനും അതുപോലെ തന്നെ ഫലങ്ങൾ, അതിലുണ്ടാകുന്ന പഴങ്ങൾ നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും.